ഹായ് ഹലോ നമസ്കാരം. അപ്പം എൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നിതാ ഉച്ചയ്ക്ക് കറിയൊക്കെ വെക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് കേട്ടോ. കറി എന്താ വെക്കണമെന്ന് വെച്ചാൽ കുമ്പളങ്ങ ഞാൻ രാവിലെ തന്നെ നുറുക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുമ്പളങ്ങയും പരിപ്പും ഇട്ടിട്ടുള്ള കറി വെക്കാമെന്നാണ് കേട്ടോ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ ഒരു ചേനയുടെ കഷ്ണം ഉണ്ടായിരുന്നു കേട്ടോ. അന്ന് പച്ചക്കറി കൊണ്ടുവന്നേത്തെയാണ് കേട്ടോ. അപ്പോൾ അതും കൂടെ ഇട്ടിട്ടുള്ള കറി ആക്കാമെന്ന് കരുതിയിട്ടോ. അപ്പോൾ ചോറ് ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഇനി കറി വെക്കാൻ വേണ്ടിയിട്ടുള്ള ഈ ചേനയൊക്കെ ഒന്ന് തൊലിയൊക്കെ കളഞ്ഞ് ഒന്ന് നുറുക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ചേന അന്ന് അനുവിൻ്റെ പിറന്നാൾ ദിവസം വാങ്ങിയിട്ടുള്ളതാണ് കേട്ടോ. അന്ന് അവിയലിക്കൊക്കെ ഇതിൻ്റെ പകുതിയൊക്കെയാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം അന്ന് വാങ്ങിച്ചതാണ്. പിന്നെ ഞാൻ ഇത് ഒരു വട്ടം കറിയൊക്കെ ഉണ്ടാക്കിയപ്പോൾ അങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ബാക്കിയുള്ള ഇപ്പോഴും എടുത്തു. ഇത് ഫ്രിഡ്ജിലായിരുന്നു കേട്ടോ. ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഇത് അന്ന് പച്ചക്കറിയൊക്കെ വെച്ച ആ സമയത്ത് അങ്ങനെ ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചതാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ ചേനയൊക്കെ ഒന്ന് നുറുക്കി എടുത്ത് കഴിഞ്ഞിട്ട് പരിപ്പ് വെള്ളത്തിലിട്ട് വെച്ചായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മൊത്തത്തിൽ അങ്ങോട്ട് തിളച്ച് തൂവിപ്പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് ഈ മൺചട്ടിയുടെ സൈഡിൽ കൂടെ ഒക്കെ പരിപ്പ് വെന്ത് തിളച്ചതാണ് കേട്ടോ. തിളച്ച് പോയതാണ്. അപ്പോൾ ഇതാ പരിപ്പൊന്ന് നല്ലോണം ആയിക്കഴിഞ്ഞപ്പോൾ ചേന ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണ് ചേന ഒന്ന് പകുതി ഒന്ന് തിളച്ച് വെന്തപ്പോഴാണ് പിന്നെ ഞാൻ കുമ്പളങ്ങ കഴുകിയിട്ട് ചേർത്ത് കൊടുത്തത് കേട്ടോ. അപ്പോൾ പിന്നെ ഉപ്പേരി വയ്ക്കാൻ ബീറ്റ്റൂട്ടാണ് കേട്ടോ ഉണ്ടാകുന്നത്. അപ്പോൾ ഇതൊക്കെ രാവിലെ ഞാൻ നേരാക്കി വെച്ചിട്ടുണ്ടാകുന്നതാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് നല്ലോണം കഴുകി എടുത്തിട്ട് അതൊന്ന് ചുരണ്ടണ സാധനത്തിലിട്ടിട്ടൊന്ന് ചുരണ്ടി എടുക്കണം കേട്ടോ. അപ്പോൾ അതൊന്ന് കഴുകി എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ അടുപ്പിൻ്റെ ഈ ഒരു ഭാഗത്ത് വെച്ചിട്ട് ഇങ്ങനെ ചുരണ്ടി എടുത്താലുള്ളൂ എനിക്ക് ശരിയാവും കേട്ടോ. അത് അല്ലെങ്കിൽ പ്ലേറ്റിൽ ഇട്ടിട്ട് തന്നെ അങ്ങനെ വെച്ച് ചുരണ്ടുകയാണെങ്കിൽ എനിക്ക് അത് ശരിയായി കിട്ടില്ല. കയ്യിനൊരു വേദന വരും കേട്ടോ. ഇടത് കൈ വേദന ഉള്ളത് കൊണ്ട് തന്നെ ഭയങ്കര വേദന വരും. അപ്പോൾ അത് കാരണം ഞാൻ അവിടെ വെച്ചിട്ടാണ് കേട്ടോ അതിങ്ങനെ ചുരണ്ടി എടുത്തേ. പിന്നെ ചോറ് വെച്ചിട്ടുള്ള ചെമ്പൊക്കെ കഴുകിയെടുക്കാണ്ട് കേട്ടോ. അപ്പോൾ അതൊന്നും കഴുകിയെടുത്തിട്ടില്ല. കുളി ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ രാവിലെ തന്നെ. അങ്ങനെ കറി അവിടെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പേരിക്കുള്ളത് എന്തായാലും ചുരണ്ടി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ചൂടൊക്കെ നല്ല കൂടുതലുള്ള സമയമാണ്. അപ്പം കുറേ സ്ഥലങ്ങളിലേക്കൊക്കെ മഴയൊക്കെ പെയ്തിട്ടുണ്ട്. ഇങ്ങോട്ട് മഴ എത്തിയിട്ടില്ല കേട്ടോ. വൈകുന്നേരം ആകുമ്പോൾ ഒരു മൂടിയതുപോലെ നിൽക്കും കേട്ടോ. കാർമേഘമൊക്കെ മൂടിയതുപോലെ നിൽക്കും. പക്ഷെ മഴ പെയ്യാറില്ല. ഇവിടെ പെയ്തിട്ടില്ല കേട്ടോ. കുറേ ഭാഗത്തൊക്കെ പെയ്തു എന്നൊക്കെ വാർത്തയിലൊക്കെ ഇങ്ങനെ കേൾക്കുന്നുണ്ട്. അങ്ങനെ അത് ചുരണ്ടിയെടുക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇത് അനുവും പൊന്നും കൂടെ കൊടുന്നാട്ടോ. ബാക്കിലൊരു പറങ്കിമാവ് ഉണ്ട് കേട്ടോ. അതിലുണ്ടായതാണ് കേട്ടോ. അപ്പോൾ അത് അവർ ഉപ്പും മുളകൊക്കെ ഇട്ടിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് കൊടുന്ന് വെച്ചതാണ്. അങ്ങനെ കറിയൊക്കെ അങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ കറിക്ക് കുമ്പളങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ടാകുന്നില്ല കേട്ടോ. അപ്പം അത് കുമ്പളങ്ങ ഇട്ട് കൊടുക്കുകയാണ്. ചോറ് വയ്ക്കൽ കഴിഞ്ഞിട്ട് അങ്ങനെ ഞാൻ കറിക്കുള്ള പരിപ്പ് വേഗം അടുപ്പത്ത് വെച്ചാണ് കേട്ടോ. അപ്പോൾ അവിടെ വൃത്തിയാക്കിയിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ കഞ്ഞിവെള്ളം ഇങ്ങനെ തിളച്ച് തൂവിയതൊക്കെ ഉണ്ട് കേട്ടോ 4 ഭാഗം. അപ്പോൾ അവിടെയൊന്നും വൃത്തിയാക്കിയിട്ടില്ല. അപ്പോൾ ഇനി കറിയും കൂടെ വെച്ച് കഴിഞ്ഞിട്ട് വൃത്തിയാക്കി എടുക്കാമെന്ന് എഴുതിയിട്ടോ. പിന്നെ ഞാൻ പരിപ്പ് വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് കുറേ നേരം അങ്ങനെ നിന്നിട്ട് തിളച്ച് പോയിട്ടില്ല, ചെറുതായിട്ടൊന്ന് അടി പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ചെറിയ കുടുക്കയിലാക്കി വെച്ചതാണ് കേട്ടോ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കിയെടുത്തു. ചെറുതായൊന്ന് അടി പിടിച്ചിട്ടുള്ളൂ കേട്ടോ. പിന്നെ കുറച്ച് വിറകും കൂടെ ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ ഇത് പട്ടയാണ് കേട്ടോ. തെങ്ങിൽ നിന്ന് വീണിട്ടുള്ള പട്ട അങ്ങനെ വീണ് കിടക്കുന്നുണ്ട്. അധികം വിറകൊന്നും ഇപ്പം കത്തിക്കുന്നില്ല കേട്ടോ. മഴക്കാലത്തേക്ക് എടുക്കാമല്ലോ എന്ന് എഴുതിയിട്ട് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ആ വിറക് ഒന്നും അധികമായിട്ട് എടുക്കണില്ല കേട്ടോ. അമ്മ ഇങ്ങനെ പട്ട അതൊക്കെ ഇങ്ങനെ വെട്ടി വയ്ക്കും.
അപ്പോൾ അത് അങ്ങനെയാണ് കേട്ടോ. അതാണ് ഇപ്പോൾ കാര്യമായിട്ട് എടുക്കണേ. അങ്ങനെ ഇതാ കറിക്കുള്ള മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് ഇതൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനധികം പച്ചമുളകാണ് ചേർത്ത് കൊടുക്കാറുള്ളത്. അപ്പോൾ ഇന്ന് മുളക് പൊടി കുറച്ച് ചേർത്ത് കൊടുത്തു, പച്ചമുളക് ചേർക്കണില്ല കേട്ടോ. അപ്പോൾ ഞാൻ കറികളിൽ അങ്ങനെ മുളക് പൊടി അങ്ങനെ കൂടുതലായിട്ട് ഉപയോഗിക്കാറില്ല കേട്ടോ. അപ്പോൾ കറികളിൽ അങ്ങനെ ഇട്ട് കൊടുക്കില്ല. അങ്ങനെ ഇതാ ഉപ്പേരിക്കുള്ള എണ്ണയും കൂടെ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിക്ക് എണ്ണ ഒഴിച്ചെടുത്തിട്ട് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ഉപ്പേരിക്ക് അരിഞ്ഞെടുത്തത് അതിക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ ഉപ്പേരി അടുപ്പത്തായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിക്കിനി ഉപ്പ് ചേർത്ത് കൊടുക്കണം. പിന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് അതൊന്ന് വേവിച്ച് വെക്കണം. പിന്നെ ഒരു സവാളയും ഒരു പച്ചമുളകും ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ അത് ഒന്ന് അരിഞ്ഞെടുത്തിട്ട് വേണം. അപ്പോൾ പിന്നെ കുറച്ച് പാത്രങ്ങൾ കഴുകാനുള്ളതൊക്കെ വാഷ് ബേസിനിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ ഓരോരോ പാചകപ്പണിയുടെ ഇടയിൽ കൂടെ പാത്രം കഴുകലും കൂടി കുറച്ച് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും കേട്ടോ. ലാസ്റ്റ് അല്ലെങ്കിൽ കൂടുതലായിട്ട് പാത്രം കഴുകാനും കൂടുതലായിട്ട് ഒരുപാടുണ്ടാവും. അപ്പോൾ അത് കാരണം ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഞാൻ പാത്രം കഴുകാനും നിൽക്കും കേട്ടോ. അങ്ങനെ ഇത് ഉപ്പേരിയൊക്കെ ഒന്ന് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് പാകത്തിന് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അത് നടച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതാ കുറച്ച് പാത്രം കഴുകിയെടുക്കാണ്ടായിരുന്നു, അത് കഴുകിയെടുത്തിട്ടുണ്ട്. പിന്നെ കറിക്ക് ഞാൻ തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുമ്പളങ്ങ ചേർത്ത് കൊടുത്ത സമയത്ത് തന്നെ തക്കാളിയൊക്കെ ചേർത്ത് കൊടുക്കാമായിരുന്നു കേട്ടോ. അപ്പോൾ അത് പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടാണ് ചേർത്ത് കൊടുത്തേന്നുള്ളൂ. അങ്ങനെ ഉപ്പേരിക്ക് വലിയ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്, കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി അതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കണം. പകുതി വേവായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ പച്ചമുളകും വലിയുള്ളിയൊന്നും ചെറുള്ളിയും വലിയുള്ളിയൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പം അത് കാരണം പിന്നെയാണ് ചേർത്ത് കൊടുത്തത്. സവാളയാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. അങ്ങനെ അതൊന്ന് അടച്ചെടുത്തിട്ട് അതായിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇതാ കറിക്കുള്ള തേങ്ങ പൊളിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പം അത് ഇത് വാങ്ങിച്ചു കൊടുന്നതാണ് കേട്ടോ. അപ്പോൾ അത് പൊളിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അനുമോളുണ്ട് കേട്ടോ അടുക്കളയിൽ. അവൾ തേങ്ങ വെള്ളം വേണമെന്ന് പറഞ്ഞിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ തേങ്ങ പൊട്ടിക്കുന്ന അങ്ങോട്ട് കപ്പും കൊണ്ട് വന്നതാണ് കേട്ടോ. പിന്നെ ഞാൻ അവിടെ വെക്കാൻ പറഞ്ഞു. അത് ഞാൻ ഒഴിച്ചിട്ട് തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവിടെ നിർത്തിയാണ് കേട്ടോ. അങ്ങനെ തേങ്ങ പൊളിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ വെള്ളം അവൾക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നുണ്ട്. തേങ്ങ കറിക്ക് മാത്രമായിട്ടാണ് കേട്ടോ, ഉപ്പേരിക്ക് എടുക്കണില്ല, കറിക്ക് വേണ്ടിയിട്ടാണ് എടുക്കുന്നത്. ചിലപ്പോൾ തേങ്ങ അങ്ങനെ മേടിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ കേടാവലുണ്ട് കേട്ടോ. കടയിൽ നിന്ന് മേടിച്ച് കൊടുന്നാൽ ഇത് കേടൊന്നും ഉണ്ടാകുന്നില്ല, നല്ല തേങ്ങയായിരുന്നു കേട്ടോ. അങ്ങനെ ഉപ്പേരി ഇതവിടെ ആയിട്ടുണ്ട്. ഇനി കറിക്കുള്ള തേങ്ങയൊന്ന് ചിരവിയെടുക്കണം. അപ്പോൾ ഉപ്പേരി അങ്ങനെ ആയിട്ടുണ്ട്. ഇനി തേങ്ങ ചിരവാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും എൻ്റെ ചാനൽ കാണുന്ന പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ എന്തായാലും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും പിന്നെ വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും കമൻസ് ഒന്ന് അറിയിക്കാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരോടും ഒരുപാട് നന്ദി അറിയിക്കുകയാണ് കേട്ടോ. തുടർന്ന് നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ തുടർന്നും എനിക്ക് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരോടും ഒരിക്കൽ കൂടി പറയുകയാണ്, എന്നെ സപ്പോർട്ട് ചെയ്യണം. സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരോടും ഒരുപാട് നന്ദിയും അറിയിക്കുകയാണ് കേട്ടോ. അപ്പോൾ അനുമോൾ അടുക്കളയിൽ തന്നെ ഉണ്ട് കേട്ടോ. പൊന്നു കുട്ടികളെ പിന്നാലെ എങ്ങോട്ടോ പോയിരുന്നു. അപ്പോൾ അവൻ ഉണ്ടെങ്കിൽ അവൻ്റെ പിന്നാലെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കും കേട്ടോ. അല്ലെങ്കിൽ പിന്നെ അകത്ത് വന്നിട്ട് എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി നീക്കി അങ്ങനെയൊക്കെ ഓരോരോ കളിയിലായിട്ട് ഇങ്ങനെ നിൽക്കും കേട്ടോ. പിന്നെ ഇതാ കറി ആയിട്ടുണ്ട്. പുളിയൊക്കെ പറന്ന് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. അത് ഞാൻ വീഡിയോ എടുക്കാൻ മറന്നതാണ് കേട്ടോ. പിന്നെ തേങ്ങ അരച്ചതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. തേങ്ങയും ജീരകവും ചെറിയുള്ളിയും കൂടെ അരച്ച് ചേർത്ത് കേട്ടോ. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കറി ആയിട്ടുണ്ട് കേട്ടോ.
ഇനി കറി ഒന്ന് വറുത്തിടാണ്ട്. പിന്നെ ബാക്കി കുറച്ച് പാത്രങ്ങളൊക്കെ ഇതാ അവിടെ നിരന്ന് കിടക്കുന്നത് വീണ്ടും കഴുകിയെടുത്തിട്ടുണ്ട്. അങ്ങനെ കുക്കിങ്ങും ക്ലീനിങ്ങും ഒക്കെ നടക്കുന്നുണ്ട്. അങ്ങനെ അവിടെ ഉള്ള കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകിയെടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ ഫുള്ളായിട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ടു കേട്ടോ. പിന്നെ ചോറ് വെച്ചിരുന്ന ചെമ്പും കാര്യങ്ങളൊക്കെ കഴുകി വെച്ചു. പിന്നെ കറി എന്താ വെച്ചാൽ അവിടെയൊക്കെ ക്ലീനാക്കി ഇട്ടു കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ മുട്ട ഒന്ന് വഴറ്റാമെന്ന് കരുതി കേട്ടോ. ഉള്ളിയും തക്കാളിയൊക്കെ ഇട്ടിട്ട് വഴറ്റാമെന്ന് കരുതി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സവാള ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ തക്കാളി അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ അതൊക്കെ ഒന്ന് എണ്ണയിലിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അതിക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ ഒരു ചിക്കൻ മസാല, ഇത് മാത്രമാണ് കേട്ടോ ഇട്ടിട്ടുള്ളത്. പിന്നെ ഉപ്പും. അപ്പോൾ മല്ലിപ്പൊടി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. മല്ലിപ്പൊടി ഇനി വാങ്ങിച്ചിട്ട് വേണം. പിന്നെ ഇതാ കോഴിമുട്ടയൊക്കെ ഒന്ന് വേറെ പാത്രത്തേക്ക് ആദ്യം ഒന്ന് പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 3 കോഴിമുട്ടയുള്ളൂ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ഒന്ന് വേറെ പാത്രത്തേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഏട്ടൻ കഴിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഏട്ടൻ അടുക്കളയ്ക്ക് വന്നപ്പോൾ ഏട്ടനാണ് കേട്ടോ ഫോൺ ഇങ്ങനെ പിടിച്ചു തരുന്നത്. അങ്ങനെ ഇതാ മുട്ട അതൊക്കെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി അതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് മിക്സാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ അതിൽ ഉപ്പ് കുറച്ച് കുറവുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ചും കൂടെ ഉപ്പ് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അങ്ങനെ അതായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ കോഴിമുട്ടയും ബീറ്റ്റൂട്ട് ഉപ്പേരിയും, പിന്നെ തലേ ദിവസം ഞാനൊരു തേങ്ങാ ചമ്മന്തി അരച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതങ്ങനെ ബാക്കി വന്നപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചതാണ്. അപ്പോൾ അതും കൂടെ ഉണ്ട്. പിന്നെ കുറച്ച് അച്ചാറും ഉണ്ട് കേട്ടോ. അച്ചാർ കഴിയാനായിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഉണ്ട്. അപ്പോൾ ഉച്ചയ്ക്ക് അങ്ങനെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ട്. പിന്നെ വൈകുന്നേരത്തെ വീഡിയോ ആണ് കേട്ടോ. വൈകുന്നേരം ഒരു അമൃതം പൊടി പാക്കറ്റും കൂടെ ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുഴക്കട്ട ഉണ്ടാക്കാമെന്ന് എഴുതി. അങ്ങനെ അതിന് വേണ്ടിയിട്ട് അടുപ്പത്തിട്ടിട്ട് അടുപ്പത്ത് ചട്ടി വെച്ചിട്ട് അതിൽ അമൃതം പൊടി ഇട്ടിട്ടൊന്ന് നന്നായി ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ഇളക്കി കൊടുത്തൊന്ന് ചൂടാക്കി എടുത്തിട്ട്, കരിയാത്ത ടൈപ്പ് ചൂടാക്കി എടുത്തിട്ട്, പിന്നെ അതിലേക്ക് കുറച്ച് തേങ്ങ ചിരവിയതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് പാകത്തിന് വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ചിട്ട് അതൊന്ന് കുഴച്ചെടുക്കാൻ പരുവത്തിലാക്കിയിട്ട് അതൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. അങ്ങനെ അതൊന്ന് കുഴക്കട്ടയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അതായിട്ടുണ്ട്. പിന്നെ കുറച്ച് ചായ അല്ല, കാപ്പിയാണ് കേട്ടോ ഉണ്ടാക്കിയത്. അങ്ങനെ കാപ്പിയും കൂടെ ഉണ്ടാക്കി. അങ്ങനെ ഞങ്ങൾ വൈകുന്നേരത്തെ ചായ കുടിയും കൂടെ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ചായ കുടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അടിച്ചു വാരാനുണ്ട്. പിന്നെ അകം അടിച്ചു വാരാനുണ്ട്, അകം ഒന്ന് തുടച്ചിടാനുണ്ട്, കോലായൊക്കെ ഒന്ന് തുടച്ചിടാനുണ്ട്. അപ്പോൾ അത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ. ഇത്രയൊക്കെ കാര്യങ്ങളൊക്കെ ഉള്ളൂ കേട്ടോ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവുന്നുണ്ട് എന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. ഇഷ്ടമാണെങ്കിൽ എന്തായാലും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇനി മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. താങ്ക്